അമൽ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്ന് വരെ അറസ്റ്റ് വിലക്കിയിരുന്നു ഹൈക്കോടതി. ഇന്ന് മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ്. ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? മനു, ഗുഡ് മോർണിംഗ്. ബലാത്സംഗ കേസിലെ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഇന്ന് 709ാമത്തെ കേസിനമായാകും കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം ഒരു ഉച്ചയോടുകൂടിയാകും കേസ് പരിഗണിക്കുക. ഇന്ന് ഒരു അന്തിമ വിധി ആകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം ഇന്ന് കോടതി കേൾക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അന്വേഷണ സംഘത്തോട് വിശദമായ റിപ്പോർട്ടും കോടതി തേടിയ ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ രാഹുലിൻ്റെ ഭാഗവും കേട്ടതിന് ശേഷമാകും വിധി പ്രഖ്യാപനത്തിലേക്ക് കടക്കുക. അതിനാൽ തന്നെ ഇന്ന് അന്തിമ വിധി ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനു മുന്നേ, അതായത് ഈ ഡിസംബർ 6-ാം തീയതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യം കോടതി പരിഗണിച്ചിരുന്നു. പിന്നീട് അത് 15-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. 15-ാം തീയതിയിൽ പരിഗണിക്കുമ്പോൾ വീണ്ടും ഇന്നത്തെ ഈ ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഇതുവരെ, അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ ഒരു സാഹചര്യം വരെ രാഹുലിൻ്റെ അറസ്റ്റ് തടയണം എന്ന നിർദ്ദേശം കൂടി കോടതി പോലീസിന് നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ചായിരുന്നു ഇതിനു മുന്നേ ഈ രാഹുലിൻ്റെ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ബിച്ചു കുര്യൻ തോമസിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് പരിഗണിക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ ബലാത്സംഗ കേസ് അത് നിലനിൽക്കുന്നതല്ല എന്ന ഒരു വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ പ്രഥമ ദൃഷ്ട്യാ നോട്ട് ടു അറസ്റ്റ് അത് നീട്ടാനുള്ള സാധ്യതയാണോ നമ്മളിപ്പോൾ കാണുന്നത്? തീർച്ചയായും മനു, അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിസംബർ 6-ാം തീയതി ഈ കേസ് പരിഗണിക്കുമ്പോൾ അത് പിന്നീട് 15-ാം തീയതിയിലേക്ക് മാറ്റുന്നു. ഈ ഒരു സാഹചര്യത്തിലൊക്കെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ആ ഒരു സാഹചര്യം വരെ ഇത്തരത്തിൽ ഈ അറസ്റ്റ് നീട്ടിവെക്കണം എന്ന നിർദ്ദേശമാണ് കോടതി പോലീസിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വിശദമായ വാദം കേൾക്കുകയും കൃത്യമായ റിപ്പോർട്ട് പോലീസിനോട് തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് വിധി പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ട ഈ അറസ്റ്റ് നീട്ടിവെക്കാനുള്ള ഒരു നിർദ്ദേശം തന്നെയാകും പോലീസിന് കോടതി നൽകുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ് എന്നാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് തെളിവുകൾ നശിപ്പിക്കുവാനും ഒപ്പം തന്നെ സാക്ഷികളെ വരുതിയിലാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും കോടതി അത്തരത്തിലുള്ള കാര്യമടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി സ്വീകരിക്കുക അല്ലെങ്കിൽ അത് പരിഗണിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിശദമായ വാദം കേൾക്കും. അതിനുശേഷമാകും വിധി പ്രഖ്യാപനം ഉണ്ടാവുക. മനു.